ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ മീൻസ് നമ്മൾ ഹെഡ് ഷൂട്ട് അടിക്കാൻ പറ്റിയ, നമുക്ക് പെട്ടെന്ന് തന്നെ വൺ ടൈപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ ബെസ്റ്റ് ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഞാൻ പറയുന്നതിൻ്റെ വീഡിയോയിൽ പറയുന്ന ഈ ക്യാരക്ടറെ കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രോപ്പറായിട്ട് ഹെഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഹെഡ് ഷോട്ട് അടിക്കേണ്ട രീതികളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതാണ് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിലാണെങ്കിൽ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ബ്ലറായിപ്പോയി, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ തെറ്റാണോ എന്ന് അറിയത്തില്ല, അത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റിയ തെറ്റാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിൽ കാണിക്കാത്ത സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ക്ഷമിച്ചേക്ക്. നമ്മൾ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾക്ക് ജസ്റ്റ് ബ്ലറായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. ഇനിയിപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്യാരക്ടർ സ്കിൽ നോക്കുകയാണെങ്കിൽ ഡി എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ എന്താ വെച്ചാൽ ഉപകാരം വേറുന്നത്, നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ആക്യുറസി കാര്യങ്ങളൊക്കെ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്യുറസി കാര്യങ്ങൾ 30% നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ വളരെ ഉപകാരമുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. മീൻസ് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ എനിമീൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എംലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ അവന്മാർ അടിക്കാൻ പറ്റുന്നതായിരിക്കും. മൂവ് ചെയ്തിട്ട് കളിക്കുന്ന സമയത്ത് ആക്യുറസി കാര്യങ്ങൾ നമുക്ക് 30% കിട്ടും. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വെക്കാൻ പോകുന്ന ക്യാരക്ടർ സ്കില്ല് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സ്കില്ലാണ് ദശ എന്ന് പറയുന്നൊരു ക്യാരക്ടർ സ്കില്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം വേറെ ഒന്നുമില്ല ഗൈസ്, നമുക്ക് റീകോയിൽ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് മീൻസ് നമുക്കൊരു എനിമീനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എംലോക്ക് കാര്യങ്ങൾ നമുക്കൊരു എനിമി വരികയാണെങ്കിൽ ആ പെട്ടെന്ന് തന്നെ എനിമിയുടെ മേത്ത് നമുക്ക് റീകോയിൽ കാര്യങ്ങളൊക്കെ ഇല്ലാതെ നമുക്ക് ആ ഒരു എനിമീന് പെട്ടെന്ന് തന്നെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. മീൻസ് ഇപ്പോൾ നിങ്ങളൊരു AK വെച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിക്ക് റീകോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എനിമിയുടെ മേത്ത് കൊള്ളും, പക്ഷേ റെഡ് കാണിക്കും, പക്ഷേ എനിമിയുടെ മേത്ത് ഒരു ബുള്ളറ്റ് പോലും കൊള്ളാത്തൊക്കെ അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിനൊക്കെ വെക്കാൻ 10% കുറയുന്നതാണ് പറയുന്നത് അവർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറൊക്കെ വെച്ച് കളിക്കുക, അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് നേരെ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കിൽ ഏതാണെന്ന് നോക്കാം. അതുപോലത്തെ കേസ് നമ്മൾ പിന്നെ നോക്കാൻ പോകുന്ന ക്യാരക്ടർ വേറെ ഇതില്ല, നമ്മൾ റാഫേലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ക്യാരക്ടർ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ക്യാരക്ടർ സ്കില്ല് ഞാൻ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ സ്കില്ലാണ് നമുക്ക് കാർണൻറ്റേറ്റ് അതുപോലത്തെ നമുക്ക് ലോങ് അടിക്കാൻ പറ്റിയ ഗൺസിലൊക്കെ നമുക്ക് സൈലൻസർ കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടും. അപ്പോൾ എന്തിനെന്ന് ഞാൻ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു എനിമിയെ നമുക്ക് അടിക്കണ നമുക്ക് എനിമീനെ നമുക്ക് കൺഫ്യൂസ് ആക്കാൻ പറ്റും. മീൻസ് നമുക്കിപ്പോൾ നമ്മളൊരു സൈലൻസർ വെച്ചൊരു പുള്ളിക്കാർ അടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെ നിന്നാണ് ആ പുള്ളിക്കാർ അടിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് ആ ഒരു നേരം കൊണ്ട് ഇപ്പോൾ എന്നെ നിങ്ങൾ അടിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല സൈലൻസറൊക്കെ വെച്ച് അടിക്കുകയാണെങ്കിൽ. ആ ഒരു നേരം കൊണ്ട് ഞാൻ നിങ്ങളെ സ്പോട്ടിന് നേരം കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എനിമീനെ കില്ല് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ സ്കില്ലാണ് ഈ ഒരു ക്യാരക്ടർ സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ സ്കില്ല് പാടെ നിങ്ങൾ വെച്ചേക്കുക. അതുപോലെ നമ്മളൊരു എനിമീനെ നോക്കിടുകയാണെങ്കിൽ ബ്ലീഡിങ് പെട്ടെന്ന് സംഭവിക്കും. അതൊന്നും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. എന്നാൽ കൂടെ ഞാൻ വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഉൾപ്പെടുത്തി തന്നെ ഉള്ളൂ. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന വേറെ നിലക്ക് നമ്മൾ സെൻസിറ്റിവിറ്റിയാണ്. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ബ്ലറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിക്കുന്ന ഒരു സെൻസിറ്റിവിറ്റി ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റിങ്സ് ഈ ഒരു സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി എല്ലാതും നമ്മൾ 200 ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി മേലെ കാണുന്നത് മാത്രം ജസ്റ്റ് നിങ്ങളൊരു 150-ൻ്റെ ഇടയ്ക്ക് 100-ൻ്റെയോ 150-ൻ്റെ ഇടയ്ക്ക് വെക്കാൻ ശ്രമിച്ചേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹെഡ് പ്രോപ്പറായിട്ട് കൊള്ളത്തുള്ളൂ. കൂടുതൽ കൂട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലോയിൻ്റെ ഡിവൈസാണ് ഞാൻ പറയുന്ന ഒരു സെറ്റിങ്സ് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ 200 നെട്ടോ സീന് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വെച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുകൂടാതെ ചാനൽ സബ് അടിക്കാതെ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ കൂടെ സബ് അടിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് നിങ്ങൾ എൻ്റെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ ക്യാരക്ടർ സ്കില്ല് ഹെഡ് ഷോട്ട് സെറ്റിങ്സ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് കണ്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ജസ്റ്റ് എൻ്റെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ നമ്മൾ അടുത്ത ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാരക്ടർ സ്കില്ലാണ് നമ്മൾ മെയിനായിട്ടുള്ള ആക്റ്റീവ് സ്കില്ല് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ ഒരു പുള്ളിക്കാരനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് കൊടുക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ ഹോം കോങ്ങിനാണെങ്കിൽ മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ എയിം ലോക്ക് കാര്യങ്ങളൊന്നും എനിമീസിന് കിട്ടത്തില്ല. ഇപ്പോൾ എനിമി നിങ്ങൾ അടിക്കാൻ വരികയാണെങ്കിൽ പെട്ടെന്ന് എയിം ലോക്ക് കാര്യങ്ങളൊന്നും അവർക്ക് ആവത്തില്ല. നമ്മുടെ മേത്ത് മീൻസ് ആ റെഡ് കളർ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നിങ്ങൾക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനൊക്കെ വെച്ചിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടും. അതുപോലെ തന്നെ ഒരു എനിമിന് നോക്ക് കിട്ടി നമുക്ക് വീണ്ടും നമുക്ക് ഹോംകോങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടർ സ്കിൽ കോംബോ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കേണ്ട രീതി കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ എൻ്റെ ഈ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്താണ്. ജസ്റ്റ് നീ കണ്ടാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത തന്നെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ സബ് അടിക്കാത്തവരാണ് ഇപ്പോൾ നമ്മുടെ ചാനലോട് സബ് അടിച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.